യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന ചെറിയ ഒരു ടോപ്പിക്ക് ഇതുതന്നെയാണ്, ദാസനായ യാക്കോബ്. യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ച് വേഗത്തിൽ 1-2 കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. നമ്മുടെ ബൈബിളിലെ 59-ാമത്തെ പുസ്തകം, പുതിയ നിയമത്തിലെ 20-ാമത്തെ പുസ്തകമാണ് യാക്കോബിൻ്റെ ലേഖനം. 5 ചാപ്റ്ററുകളിലായിട്ട് 108 വാക്യങ്ങളാണ് യാക്കോബിൻ്റെ ലേഖനത്തിന്മേൽ ഉള്ളത്. ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു യൂണിവേഴ്സൽ ലെറ്ററാണ്, അല്ലെങ്കിൽ കാത്തോലിക് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർവത്രികം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സഭയ്ക്ക് വേണ്ടി എഴുതുന്നതല്ല. തെസ്സലോനിക്കയിലെ സഭയ്ക്ക് വേണ്ടി, കൊലോസിയിലെ സഭയ്ക്ക് വേണ്ടി, എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി എഴുതുന്നത് പോലെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സഭയ്ക്ക് വേണ്ടി എഴുതുന്നതല്ല. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ലെറ്റർ. ഈ യൂണിവേഴ്സൽ ലെറ്ററായിട്ട് പ്രധാനപ്പെട്ട 7 പുസ്തകങ്ങളാണ് കാണുന്നത്. 1 യാക്കോബിൻ്റെ ലേഖനം, 1 പത്രോസ്, 2 പത്രോസ്, 1, 2, 3 യോഹന്നാൻ, യൂദ. അടുത്തത് ഇത് ലെറ്റർ ഫോർ ബിലീവേഴ്സ്. ഇത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എഴുതുന്നതല്ല. യാക്കോബ് അപ്പോസ്തലൻ ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിൽ കണ്ടു 12 ഗോത്രങ്ങൾക്കും എഴുതുന്നത് എന്ന് പറയുമ്പോൾ ഇത് പെർട്ടിക്കുലറായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചർച്ചിലെ വിശ്വാസികൾക്ക് വേണ്ടിയാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. ഇത് എഴുതപ്പെട്ട കാലം എന്ന് പറയുന്നത് ചരിത്രകാരനായ ജോസിഫസ് പറയുന്നത് AD 62 ആണ് ഈ യാക്കോബ് എന്ന് പറയുന്ന അപ്പോസ്തലൻ മാർട്ടിയറാവുന്നത്, രക്തസാക്ഷി ആകുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കൗൺസിൽ ഓഫ് ജെറുസലേം നമുക്ക് അവിടെ കാണാം. ഈ കൗൺസിൽ ഓഫ് ജെറുസലേം കൂടുന്നത് AD 49 പക്ഷേ ഈ കൗൺസിൽ ഓഫ് ജെറുസലേമിൻ്റെ ചെയർമാൻ, അധ്യക്ഷ സ്ഥാനം വഹിച്ച ആളെന്ന് പറയുന്നത് ഈ യാക്കോബ് ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, AD 49 ഈ കൗൺസിൽ ഓഫ് ജെറുസലേം കൂടുന്നത്. അപ്പോൾ ഒരിക്കലും അതിന് മുൻപായിട്ട് മാത്രമേ യാക്കോബ് ഈ ലേഖനം എഴുതുകയുള്ളൂ. കാരണം അതിന് ശേഷമാണ് താൻ ഇത് എഴുതുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ആ ജെറുസലേം കൗൺസിലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുമായിരുന്നു. പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നത് ഈ AD 45-നും 48-നും ഇടയിലുള്ള കാലയളവിലാണ് ഈ ലേഖനം എഴുതുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് ജെറുസലേം കൂടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, യാക്കോബ് അപ്പോസ്തലനെ അതിൻ്റെ അധ്യക്ഷനാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിത്വത്തിലേക്ക് യഹൂദന്മാരിൽ നിന്ന് ധാരാളം ആളുകൾ കടന്നു വന്നു. അപ്പോൾ അവരെല്ലാവരും ഊന്നി പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കംസിഷൻ, പരിച്ഛേദന എന്നുള്ളൊരു വിഷയം. ഉറപ്പായിട്ടും ജാതികളിൽ നിന്ന് വന്ന നിങ്ങളും അത് പാലിക്കണമെന്നുള്ള വലിയ ഒരു നിബന്ധന കൊണ്ടുവന്ന സ്ഥലത്ത് ഈ ദൈവദാസൻ, യാക്കോബ് എന്ന് പറയുന്ന ദൈവദാസൻ എഴുന്നേറ്റൊന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ പിന്നെ ഒരാൾ പോലും ശബ്ദിച്ചില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു മനുഷ്യൻ. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, പ്രാവർത്തികമായിട്ട് ഇത്രമാത്രം കണക്ഷനുള്ള ഒരു പുസ്തകം നമുക്ക് പുതിയ നിയമത്തിൽ മറ്റൊന്നും കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ ട്രയൽസിനെ കുറിച്ചുണ്ട്, പരീക്ഷകളെ കുറിച്ചുണ്ട്, ടെസ്റ്റിനെ കുറിച്ചുണ്ട്, ടെംപ്റ്റേഷൻ, ആങ്കർ, ബീങ് എ ഗുഡ് ലിസണർ, ഫേവറിറ്റിസം, നാവിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യങ്ങൾ, പേഷ്യൻസ്, അക്കൗണ്ടബിലിറ്റി, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 108 വാക്യങ്ങളുള്ളതിൽ 54 കമാൻഡ്മെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആകെ 108 വാക്യങ്ങളുള്ളതിലും 54 നിർദ്ദേശങ്ങളാണ് യാക്കോബ് അപ്പോസ്തലൻ കൊടുക്കുന്നത്. ഓരോ 2 വാക്യം പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്ത് ചെയ്യും, അടുത്ത വിഷയങ്ങൾ പെട്ടെന്ന് കിടക്കും. ഇപ്പം നാവിനെ കുറിച്ച് ഇങ്ങനെ നല്ലതായിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് പറയും പരീക്ഷ. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, എന്താ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പരീക്ഷയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നിടത്തേക്ക് പെട്ടെന്ന് മനുഷ്യൻ്റെ ജീവൻ്റെ കാര്യം ഇതെല്ലാം വെറും പൊടി പോലെയാണെന്നുള്ള, അപ്പം എല്ലാം അങ്ങോട്ടും ഇട്ട് കുഴക്കുകയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതങ്ങനെ അല്ല. 54 നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രാവർത്തികമായിട്ടുള്ള ജീവിതത്തിൽ ഭയങ്കര അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യ വാക്യത്തിൽ കണ്ടു യാക്കോബ് എഴുതിയ ലേഖനം, ദാസനായ യേശുവിൻ്റെ ദാസനായ യാക്കോബ് എഴുതിയ ലേഖനം. പുതിയ നിയമത്തിൽ കാണുമ്പോൾ പ്രധാനപ്പെട്ട 5 യാക്കോബുമാരാണ് ഉള്ളത്. ഒന്ന് സെബദിയുടെ മകനായ യാക്കോബ്. ഞാൻ ആ വാക്യങ്ങളൊന്നും വായിപ്പിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യം, ആൽഫയുടെ മകനായ യാക്കോബ്. ഇതിനെ പറയുന്നത് ലെസർ ജെയിംസ് എന്ന. ആദ്യം പറഞ്ഞ യാക്കോബ് സെബദിയുടെ മകൻ്റെ, ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൺസ് ഓഫ് തണ്ടേഴ്സ്, ഇടി മക്കൾ
എന്നാണ് പറയുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 സർക്കിളിൽ പെടുന്ന ആ ഒരു യാക്കോബായിരുന്നു സെബദിയുടെ മകനായ യാക്കോബ്. അൽഫയുടെ മകൻ ലെസർ ജെയിംസ് എന്നാണ് പറഞ്ഞത്, യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സഹോദരിയുടെ മകൻ. പിന്നെ അടുത്തൊരു യാക്കോബാണ് യൂദയുടെ പിതാവായ യാക്കോബ്. 4ാമത്തെ യാക്കോബാണ് യോസെഫിൻ്റെ പിതാവായ യാക്കോബ്. ഈ 4 പേരുമല്ല ഈ ലേഖനം എഴുതിയത്. അപ്പം ഇനി അവസാനത്തെ ഒരു യാക്കോബോടുണ്ട്. അപ്പോൾ അതാണ് യേശുവിൻ്റെ സഹോദരനായ യാക്കോബ്. യേശുവിൻ്റെ സഹോദരനായ യാക്കോബ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പം ഞാൻ അവിടെ കൊണ്ട് അതങ്ങ് നിർത്തിയാണ്. യേശുവിൻ്റെ സഹോദരനായ യാക്കോബാണ് ഈ യാക്കോബ് എന്ന് പറയുന്ന ഈ ലേഖനം എഴുതിയത്. ഇനി നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ്. അപ്പം ആരുടെ സഹോദരനാണിത്? യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെ? ജെയിംസ്, എ സെർവൻറ്റ് ഓഫ് ഗോഡ്. മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് ജെയിംസ്, എ സ്ലേവ് ഓഫ് ഗോഡ്. ആ ഒരു പദം ഉപയോഗിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരനാണ്, എന്നിട്ടും അഡ്രസ്സ് ചെയ്യുന്നത് നോക്കിയേ, യേശുവിൻ്റെ ദാസനായ യാക്കോബ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുവാനുള്ള കാരണം? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് കടന്നു പോകുമ്പോഴാണ് ഇദ്ദേഹം ഭയങ്കര സ്കെപ്റ്റിക്കായിരുന്നു, അവിശ്വാസിയായ ഒരു മനുഷ്യനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. 3, അവൻ്റെ സഹോദരന്മാർ അവനോട്, ഈ യാക്കോബ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്, നീ ചെയ്യുന്ന പ്രവർത്തികളെ, ആര് ചെയ്യുന്ന? യേശു ചെയ്യുന്ന പ്രവർത്തികളെ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടം വിട്ട് നീ യഹൂദയിലേക്ക് പോകുക. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ഇനി നീ ഈ വീട്ടിൽ പാർക്കുന്നത് ഞങ്ങൾക്ക് വലിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല, നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പൊക്കോ, യഹൂദയിലേക്ക് പൊക്കോ. നോക്കുക, വീട്ടിൽ ഒരു അക്സെപ്റ്റൻസ് ആർക്കില്ല? ഈ യേശു കർത്താവിനില്ല. നമുക്ക് പറഞ്ഞു വിടാൻ ഭയങ്കര എളുപ്പമാണല്ലേ. ഏകദേശം 30 വയസ്സുവരെ ഒരു വീട്ടിൽ താമസിച്ചിട്ട് യേശു എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവനെ നോക്കി കുറ്റം വിധിക്കുന്ന ഒരു സഹോദരങ്ങളുടെ വീട്ടിൽ നമ്മൾ പാർക്കുമോ? എന്തിനു 30 വർഷം പറയുന്നു? ഏകദേശം 1 വർഷം വേണ്ട, 1 മാസം നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ പറയും, പതുക്കെ നമുക്ക് ഇവിടെ നിന്ന് മൂവ് ആവുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുമ്പോഴും യേശു കർത്താവ് അവിടെ മൗനമായിട്ടിരുന്നു. യേശുവിൻ്റെ ആ ഒരു അനുഭവം നമ്മളെല്ലാവരും ചിന്തിപ്പിക്കുന്നതാണ്. അതിൽ കൂടി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, മൗനമായിരിക്കേണ്ട മേഖലകളിൽ നമ്മൾ മൗനമായി ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി ആര് പ്രവർത്തിച്ചോളും? കർത്താവ് പ്രവർത്തിച്ചോളും. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പല സമയങ്ങളിലും നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന് നമുക്ക് വരും. പക്ഷേ യേശു കർത്താവ് എന്ത് ചെയ്യാണ്? ഈ ഓരോ വാക്കുകളും, നീ ഇവിടം വിട്ട് നീ യഹൂദയ്ക്ക് പൊക്കോ. ചെറുപ്പത്തിലായിരുന്നപ്പോൾ അല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ, ഞാനിപ്പോൾ ജിസേലിനോട് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ആരോനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ആ പ്രായത്തിൽ അവർ അനുസരിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കൊല്ലത്ത് ഞങ്ങളുടെ ഒരു ദേവദാസൻ അവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വലിയൊരു 3 നിലയുടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് ബേബി ഗാർമെൻറ്റ്സ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ബേബി നീ എന്താ ഇതിങ്ങനെ ചെയ്യുന്നത്? നീ ഈ 3 നില ബിൽഡിംഗ് ഇവിടെ ഇടുകയാണ്, ഇതിനകത്ത് നിറച്ച് കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് മാത്രം, 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെ. എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി. പക്ഷേ സംഭവിച്ചത്, ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഈ നിമിഷം വരെ അവിടെ ഭയങ്കര ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ഉടുപ്പ് കൊണ്ടുവച്ചിരുന്നാൽ, 1 വയസ്സുള്ള ഒരാളെടുത്തോ 2 വയസ്സോ 3, ഇപ്പോഴതിൻ്റെ കണക്ക് കുറഞ്ഞു വരികയാണെന്നാണ് തോന്നുന്നത്. അപ്പം ആ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് എന്നിട്ട് മോളെ ഇതിട്, അന്നേരം അവൻ തന്നെ പറയാം, ഇല്ലില്ല എനിക്കിതിടാൻ പറ്റത്തില്ലെന്ന് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. പക്ഷേ ഏകദേശം 4 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞ് ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ, സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഡ്രസ്സ് കൊണ്ട് അടിമുടി മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് സ്യൂട്ട് ആവുന്നതാണോ അല്ല അങ്ങോട്ട് മാറ്റി വെക്ക്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് ബിസിനസ് ട്രിക്കുകൾ അറിയാം. അപ്പം നോക്കി, യേശു ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നു, യേശുവിൻ്റെ കൂടെ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. പക്ഷെ അല്പം അങ്ങോട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ സംഗതികളെല്ലാം അങ്ങ് മാറാനായിട്ട് തുടങ്ങി. അപ്പം നോക്കി, യേശുവിനോട് പറയാം, നീ ഇവിടം വിട്ട് നീ യഹൂദയ്ക്ക് പോകുക. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവരാരും രഹസ്യത്തിലൊന്നും. അപ്പൊ യേശു ചെയ്യുന്നത് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു ആഗ്രഹം, മറ്റുള്ളവർ കാണുക, നീ ഒന്ന് ചെയ്തേ, ഞങ്ങൾക്കും എന്താണ് പ്രസിദ്ധനൊക്കെ ആകാമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞു. അപ്പോൾ നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ എന്ത് ചെയ്യും?
വെളിപ്പെടുത്ത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു തന്റെ പ്രവർത്തികൾ പതുക്കെ പതുക്കെ ആരംഭിച്ചു. ഒരു രോഗിയെ സൗഖ്യമാകുന്നു, പക്ഷേ സഹോദരന്മാർ വിശ്വസിച്ചില്ല. ഒരു മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു, പക്ഷേ ഒരു സഹോദരന്മാർ വിശ്വസിച്ചില്ല. അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞു, നിന്റെ പ്രവർത്തികൾ ഞങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്തെല്ലാം പ്രവർത്തി ചെയ്താലും നമ്മുടെ ഭവനത്തിലുള്ളവർ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് എത്രമാത്രം വിഷമങ്ങളാണല്ലേ. പുറത്തു നിന്നുള്ള ഒരാൾ പറയുമ്പോഴേക്കും നമ്മുടെ വീടിനകത്തു നിന്നുള്ളൊരു വേദന അത് നമ്മളെ വല്ലാതെ മുറിവേൽപ്പിക്കും. പക്ഷെ ഈ വേദനകളൊക്കെ ഉൾക്കൊണ്ടിട്ടും യേശു ആരോടും പരിഭവം പറഞ്ഞില്ല, ആരോടും പരാതിയോ പിണക്കങ്ങളോ ഒന്നും പറഞ്ഞില്ല. യേശു പറയാണ്, ഞാൻ എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ആരും നമ്മളെ നോക്കി ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യും. ആരും നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ, കൺഗ്രാറ്റ്സ്, വെരി ഗുഡ് എന്ന് ഒരാൾ പോലും നിങ്ങളെ നോക്കി പറഞ്ഞില്ലെങ്കിലും മാനിക്കേണ്ടവൻ നിങ്ങളെ മാനിച്ചു കഴിഞ്ഞാൽ, ആര് നിങ്ങളെ കളിയാക്കിയോ, ആര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയോ, അവരുടെ നടുവിൽ വെച്ച് നമ്മളെ മാനിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പം നോക്കി, അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അപ്പോൾ ചോദ്യം അടുത്ത ഓട്ടോമാറ്റിക്കലി വരിക, പിന്നെങ്ങനെയാണ് ഈ യാക്കോബ് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട 5 അധ്യായങ്ങളൊക്കെയുള്ള 108 വാക്യങ്ങളുള്ള വളരെ മനോഹരമായി ഇന്നും മനുഷ്യൻ്റെ മനസ്സിനോട് ഇടപെടുന്ന ഈ മനുഷ്യൻ ഈ ലേഖനത്തിൻ്റെ ലേഖന കർത്താവായി മാറിയതെങ്ങനെ? അതൊരു ചോദ്യമല്ലേ. അത് നമ്മൾ മനസ്സിലാക്കിയാണ് തുടർന്നുള്ള കുറച്ച് സമയങ്ങൾ. ഒന്നാമതായിട്ട് പറയുന്നു, വിഷൻ ഓഫ് എ റിസൺ ക്രൈസ്റ്റ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ദർശനം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, ജെയിംസ് എ സെർവൻ്റ് ഓഫ് ഗോഡ്, ദാസനായ യാക്കോബ് എന്ന് യേശുവിൻ്റെ സഹോദരനായിരുന്നിട്ട് പോലും എന്താണ് യാക്കോബ് അങ്ങനെ അഡ്രസ്സ് ചെയ്തത് എന്നും, താനൊരു സ്കെപ്റ്റിക്കായിരിക്കെ, താനൊരു അവിശ്വാസിയായിരിക്കെ എങ്ങനെയാണ് താൻ കർത്താവിന് വേണ്ടി ശക്തമായി നിലനിന്നെന്നുമാണ് നമ്മൾ ഒരുമിച്ചൊന്ന് ചിന്തിക്കുന്നത്. വിഷൻ ഓഫ് എ റിസൺ, ഒന്നാമത്തെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ദർശനം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. 6-ാമത്തെ വാക്യം, അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്നുവരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. 7-ാമത്തെ വാക്യം, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കെല്ലാവർക്കുമായി പ്രത്യക്ഷനായി. ആ വാക്ക് ഒരു പ്രാവശ്യം നമ്മളെല്ലാവരും ചേർന്ന് വായിക്കുകയാണ്. വിഷൻ ഓഫ് എ റിസൺ ക്രൈസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. ഈ മനുഷ്യനെ ഈ ലേഖനത്തിൻ്റെ കർത്താവാക്കി, കർത്താവിൻ്റെ വിശ്വസ്തദാസനാക്കി മാറ്റിയതിൻ്റെ ഒന്നാമത്തെ കാരണം വാക്യമേഴ്, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കെല്ലാവർക്കും പ്രത്യക്ഷനായി. യേശുവിൻ്റെ സ്വഭാവത്തെ വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുക. തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവൻ, താൻ പ്രസിദ്ധനാടുവാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് ഉള്ളവരടുത്തെല്ലാം തന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ തൻ്റെ സ്വന്തം സഹോദരൻ ഈ എങ്ങനെങ്കിലും ഒന്ന് നശിച്ചു പോകട്ടെ എന്നുള്ളൊരു ചിന്തയല്ല ആരെ ഭരിച്ചത്, യേശു കർത്താവിനെ ഭരിച്ചത്. 500 പേർക്ക് പ്രത്യക്ഷനായി, താൻ ഏറ്റവും അധികം സ്നേഹിച്ച എല്ലാവർക്കും പ്രത്യക്ഷനായിട്ടും അവൻ അവസാനം ചെയ്തെന്നറിയാമോ? അനന്തരം യാക്കോബിനും. പിന്നെ ആ പേര് പ്രത്യേകിച്ച് പറയണമെങ്കിൽ യേശു കർത്താവിന് ഈ യാക്കോബിനോട് വല്ലാത്തൊരു ഫേവറാ. കാരണം മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല യേശു കർത്താവ് യാക്കോബിനെ നോക്കിക്കണ്ടത്. യേശു കർത്താവ് കാണുമ്പോൾ ഇപ്പോൾ അവൻ ഒരു അവിശ്വാസിയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റം പറയുന്നവനാണ്, ആർക്കും ഒരു അക്സെപ്റ്റൻസും ഒരു കാലത്തും കൊടുക്കാത്തവനാണ്. പക്ഷെ യേശു കർത്താവ് കണ്ടത് നാളുകളിൽ ഇവൻ എഴുതുന്ന ലേഖനങ്ങൾ, നാളുകളിൽ ഇവൻ എഴുതുന്ന വാക്യങ്ങൾ കണ്ട് മരിച്ചിരിക്കുന്ന ചിലരുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ജീവനുകൾ വ്യാപിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിന്മേൽ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെ ഓരോന്നായിട്ട് വിവരിക്കുന്ന യാക്കോബിനെ കർത്താവ് കണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആത്മനിറവിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരുപക്ഷെ ലോകം നിങ്ങളെ നോക്കി കാണുമ്പോൾ ഒരു മണ്ടനെന്ന് തോന്നും, ഒരു കഴിവുമില്ലാത്തവനെന്ന് തോന്നും, ബലഹീനനെന്ന് തോന്നും. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് കാണുമ്പോൾ അയ്യോ അവർക്കൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, നമ്മൾ കാണുന്നത് പോലെയല്ല കർത്താവിൻ്റെ
കണ്ണിന്റെ പ്രത്യേകത, അവൻ നാളുകളിൽ ഹല്ലേലൂയ ഇവിടെ നിന്നുകൊണ്ടൊരു വാക്ക് പറയത്തക്ക രീതിയിൽ, അഭിഷേകത്തിന്റെ അഗ്നി വഹിക്കത്തക്ക രീതിയിൽ രാജ്യങ്ങളിൽ സഞ്ചരിക്കേണ്ട ചിലരെ കർത്താവ് മുന്നമേ കണ്ടിട്ട് ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ ആ തിരഞ്ഞെടുപ്പിന്റെ വാല്യൂ മനസ്സിലാക്കി ഇന്ന് രാത്രിയിൽ എത്ര പേര് ധൈര്യത്തോടെ പറയും, ലോകം എന്നെ നോക്കി എന്തും പറയട്ടെ, പക്ഷെ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. God has a perfect plan about my life. ഇന്ന് രാത്രിയിൽ എത്ര പേര് ധൈര്യത്തോടെ പറയാൻ പറ്റും? നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി എല്ലാവരും ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി, എന്നിട്ട് അവരെ നോക്കി പറഞ്ഞ്, ഈ കുഞ്ഞുങ്ങൾ നാളെ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നവരായി മാറട്ടെ. ഇവർ പറയുന്ന ഒരു വാക്ക് മരിച്ച അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന ചിലരുടെ ഉള്ളിൽ ജീവൻ വ്യാപരിക്കുന്ന അവസ്ഥകൾ കടന്നു വരട്ടെ. വിശ്വസിക്കാമോ? 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 നമ്മൾ ഇന്ന് കാണുന്ന കുഞ്ഞുങ്ങളാണ് ഇവർ. ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, കർത്താവ് എൻ്റെ ജീവിതത്തിന്മേലും അങ്ങ് മാറ്റങ്ങളെ കൊണ്ടുവരുന്ന നല്ലൊരു കർത്താവ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു മനുഷ്യനെ കാണാം. പൗലോസ് 6 മുതൽ 9 വരെയുള്ള വാക്യമാണ്. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയ ഒരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ട്, കർത്താവേ നീ ആർ എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന നസറേയനായ യേശുവാകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു. 9-ാമത്തെ വാക്യം, എന്നോട് കൂടെയുള്ളവർ. ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച്. ഇന്ന് രാവിലെ സുനിൽ പാസ്റ്റർ ഈ ഒരു വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ആയിരുന്നു കർത്താവിന്റെ ദാസൻ ഇന്ന് രാവിലെ എബ്രായ ലേഖനത്തിൽ നിന്ന് നമുക്ക് തന്നത്. അതിനകത്ത് ഈ ഇങ്ങനെ ഒരു വാക്യം കൂടെ കർത്താവിന്റെ ദാസൻ സ്പെസിഫൈ ചെയ്തു. എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല. 10-ാമത്തെ വാക്യം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയുമെന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. ആ വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായിട്ട് കണ്ണ് കാണാകിയാൽ കൂടെയുള്ളവർ എന്നെ കൈക്ക് പിടിച്ച് നടത്തി. പൗലോസ് എന്ന മനുഷ്യൻ ക്രിസ്ത്യാനികളെയും മറ്റുള്ള ക്രിസ്ത്യാനികളുടെ മതക്കാരെ എല്ലാം കൊന്നു മുടിക്കുവാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടെ താൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ട് ദമസ്കോസിന്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ അവൻ ഒരു ഹെവൻലി എൻകൗണ്ടർ. മറ്റുള്ളവർ പൗലോസിനെ കാണുന്നത് പോലെയല്ല കർത്താവ് പൗലോസിനെ കണ്ടത്. കർത്താവ് നോക്കുമ്പോൾ നാളെ ലോക രാജ്യങ്ങളിൽ സഞ്ചരിച്ച് കർത്താവിന് വേണ്ടി ജനലക്ഷങ്ങളെ നേടുന്ന ഒരു പൗലോസിനെ കണ്ടപ്പോഴുണ്ടല്ലോ, ആ ഒരു സ്വർഗീയ ദർശനം താൻ അനുഭവിച്ചപ്പോൾ പറയാണ്, ആ വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായിട്ട്. ഏത് വെളിച്ചം? കർത്താവിന്റെ വെളിച്ചത്തിന്റെ ഹല്ലേലൂയ തേജസ് ഹേതുവായിട്ട്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ, എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ കർത്താവിന്റെ തേജസ്സുമായിട്ട് ഞാൻ ലോക രാജ്യങ്ങളിൽ മേൽ യാത്ര ചെയ്യുമ്പോൾ, അല്ല നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം, ഞാൻ എൻ്റെ ഭവനങ്ങളിൽ മേൽ യാത്ര ചെയ്യുമ്പോൾ, എൻ്റെ കമ്പനിയിൽ മേൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, എന്നിന്മേൽ പകർന്നിരിക്കുന്ന തേജസ് അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് സ്പ്രെഡ് ആകട്ടെ. ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുമോ? തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങൾ, വേദനപ്പെട്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ, ഒരു പ്രതീക്ഷയുമില്ലാത്ത ചില കുടുംബങ്ങൾ നമ്മെ കാണുമ്പോൾ, നമ്മുടെ മുഖത്തിന്മേലുള്ള തേജസ് കാണുമ്പോൾ അവർ നമ്മളോട് ചോദ്യങ്ങളെ ചോദിക്കട്ടെ, ഇത് എങ്ങനെ സംഭവിക്കുന്നു? ആ ഒരൊറ്റ വാക്കുമതി ചിലരുടെ ജീവനിന്മേൽ വ്യതിയാനത്തെ വരുത്തുവാൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയാ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വെറുതെ പൊത്തുവരുത്തപ്പെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മിൽ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ തേജസ് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി ചുവടുവെക്കുവാൻ എത്ര പേര് തയ്യാറാ? നമ്മിൽ മേൽ പകർന്നിരിക്കുന്ന തേജസ് അതൊരു സാധാരണ തേജസ് അല്ല. നമ്മിൽ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം അതൊരു സാധാരണ മഹത്വമല്ല. ആ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് തന്റെ ചുവടുകളെ വയ്ക്കുകയാണ്. ജനലക്ഷങ്ങളെ താൻ നേടി. ഇത് തന്നെയാണ് യോഹന്നാന് പറയുന്നത്. പത്മോസിന്റെ ഏകാന്തതയിൽ എല്ലാവരും ഒറ്റപ്പെട്ട് കിടക്കുമ്പോഴും താൻ മുട്ടുകളെ മടക്കി സ്വർഗത്തിലേക്ക് തന്റെ കണ്ണുകൾ ഉയർത്തിപ്പോൾ താൻ കാണുകയാണ്, സ്വർഗം അവന് വേണ്ടി തുറന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നോക്കുക, ആ ഒരു ഹെവൻലി എൻകൗണ്ടർ, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ദർശനം, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ദർശനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്കിനി എൻ്റെ പഴയ ലൈഫ് വേണ്ട, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും. എൻ്റെ സഹോദരൻ
സഹോദരന് വേണ്ടി ജീവിക്കുമെന്നല്ല പറഞ്ഞത്, ഞാനൊരു ദാസനെ പോലെ, ഞാനൊരു സ്ലേവിനെ പോലെ. കാരണം ഈ യാക്കോബ് ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഈ കർത്താവ് ചെയ്യുന്നതെല്ലാം വെറുതെയാണ്, ഇതെല്ലാം കൺകെട്ടുകളാണ്. മറ്റുള്ളവരെ സൗഖ്യമാക്കുന്നതും മറ്റുള്ളവർക്ക് വിടുതൽ നൽകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ആരൊക്കെ വിശ്വസിച്ചാലും മരണം കൊണ്ട് ഇത് അവസാനിച്ചു, യേശു എന്ന ചാപ്റ്റർ മരണം കൊണ്ട് അവസാനിച്ചുവെന്ന് ഈ യാക്കോബ് വിധി എഴുതി കഴിഞ്ഞപ്പോൾ നോക്കുക, ജീവനുള്ള ഒരുവൻ വന്ന് നിൽക്കുന്നത് പോലെ മരണശേഷവും കർത്താവ് തൻ്റെ മുമ്പിൽ വന്നു നിന്ന് കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞതെല്ലാം വെറുതെ ആയിപ്പോയി. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി അവൻ്റെ ജീവനുള്ളപ്പോൾ, ഞങ്ങളുടെ കൂടെ നടന്നപ്പോൾ ഞാൻ അവനെ അവിശ്വസിച്ചു. പലപ്പോഴും എൻ്റെ വാക്കുകൊണ്ട് ഞാൻ അവനെതിരായിട്ട് പറഞ്ഞു. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അന്നൊരു തീരുമാനമെടുത്തു, ഇനിയുള്ള എൻ്റെ ജീവിതം അത് യേശുവിന് വേണ്ടി. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റൂ, നമ്മളെ നിലനിർത്തുന്നത് മറ്റൊന്നുമല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളുമേൽ ഈ നിമിഷം തന്നെ തൊടുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ, വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവേ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി. മരണം കൊണ്ട് എല്ലാം തീർന്നുവെന്ന് ലോകം ഒരുപോലെ വിധി എഴുതിയപ്പോൾ ഇല്ല, മരണത്തിന് ഒതുക്കുവാൻ കഴിയാത്ത, കല്ലറകൾ ഒതുക്കുവാൻ കഴിയാത്ത ആ ദൈവത്തിന്റെ ശക്തി ദൈവം നമ്മളിൽ മേൽ പകർന്നിരിക്കുക. ഇന്ന് രാത്രിയിൽ ആ കരമെല്ലാം ഉയർത്തിയിട്ട് ധൈര്യത്തോടെ പറഞ്ഞ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശക്തി, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശക്തി അത് ഇന്നും ജീവനോടെ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുമെങ്കിൽ ആ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ചുവടുകളെ വെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 24-25 വാക്യമ്പോൾ അവിടെ നമുക്കൊരു അന്ധനായ ഒരു മനുഷ്യനെ കാണാം. ഈ മനുഷ്യനെ യേശു സൗഖ്യമാക്കുകയാണ്. എന്നിട്ട് അവനെ ആദ്യത്തെ പ്രാവശ്യം അവൻ്റെ കണ്ണിലൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് അവനോട് പറയുകയാണ്, അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. വീണ്ടും രണ്ടാമത് ചെന്നിട്ട് അവൻ്റെ കണ്ണിന്മേലൊന്ന് തൊട്ടപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സൗഖ്യം പ്രാപിച്ചു, മിഴിച്ചു നോക്കിയിട്ട് എല്ലാം സ്പഷ്ടമായിട്ട് കണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധത നമ്മളോട് പറയാം, ആദ്യ കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചപ്പോൾ കർത്താവ് എന്നുള്ള പേരൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആരും നമ്മളെ വിളിക്കണ്ട. ഇപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, എല്ലാവരും വരണേ എന്നൊന്നും ആരും നമ്മളോട് പറയണ്ട. ഇങ്ങ് പോരും, ആ കിലോമീറ്ററുകളൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ദൈവം അനുഗ്രഹിച്ച ഒരു ലെവൽ കഴിഞ്ഞപ്പോഴേക്ക് എന്താണ്, പലപ്പോഴും ഈ ദൈവ സാന്നിധ്യത്തിൽ കർത്താവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദർശനം മങ്ങിപ്പോയോ എന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നു. പക്ഷെ അതിൻ്റെ നടുവിലും ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയണം, ഒരു സെക്കൻഡ് ടച്ച് രണ്ടാമത് കർത്താവ് തൊട്ടാലുണ്ടല്ലോ എല്ലാം സ്പഷ്ടമായിട്ട് കാണത്തക്ക രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ ചുവടുകൾ ഇനി എൻ്റെ കർത്താവിന് വേണ്ടി മാത്രമെന്നുള്ള ഒരു ആത്മദാഹം നമ്മുടെ ഉള്ളിന്മേൽ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ ആ കർത്താവ് നമ്മളെ അന്ത്യത്തോളം വഴി നടത്തും. നമ്മൾ ഏകദേശം 50 കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുകയല്ലേ. എത്ര പേർക്ക് ധൈര്യത്തോടെ ഉറപ്പോടെ വിശ്വസിക്കാനായിട്ട് പറ്റും? ഡിസംബർ മാസം 31 തീരുന്നതിന് മുമ്പായിട്ട് ചില കുടുംബങ്ങളെ കർത്താവിന് ഉള്ളിൽ തരുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും? എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായിട്ട് കാണത്തക്ക രീതിയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദർശനം നമ്മുടെ ഉള്ളിന്മേൽ വന്നു കഴിയുമ്പോൾ ആത്മദാഹം അറിയാതെ നമ്മുടെ ഉള്ളിന്മേൽ കർത്താവ് പകരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഒന്നാമത്തെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദർശനം, അതാണ് ഈ അവിശ്വാസിയെ വിശ്വാസിയാക്കി മാറ്റിയത്. രണ്ടാമത് ഈ മനുഷ്യനെ കുറിച്ച് വായിക്കുന്നത്, ഈ ജെയിംസിനെ കുറിച്ച് വായിക്കുന്നത് ദ പില്ലർ, സഭയുടെ നെടും തൂണായ യാക്കോബ്. പിന്നീട് ഈ യാക്കോബിനെ കാണുന്നത് പഴയ ഒരു യാക്കോബിനെ കാണുന്നത് പോലെയല്ല. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു, എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും. ഞാൻ മൊത്തം വായിക്കുന്നില്ല, അവിടെ ആ വാക്ക് റെഡ് ലൈനിൽ ഇട്ടിരിക്കുന്ന വാക്ക് നിങ്ങൾ കണ്ടല്ലോ, തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും. എവിടുത്തെ തൂണ്? ഈ യെരുശലേം ദേവാലയത്തിലെ പ്രധാന തൂണായി. ആരെല്ലാം മാറിപ്പോയാലും ഒരിക്കലും മാറാത്ത ലെവലിൽ ഒരു നല്ല ഒരു തൂണായിട്ട് ആര് മാറി? ഈ യാക്കോബ് അങ്ങ് മാറി. തന്നെ ഇനി പിടിച്ചാലൊന്നും കിട്ടത്തില്ല. കാരണം നേരത്തെ അവിശ്വാസിയായിരുന്നു. യേശുവിൻ്റെ വാക്കുകൾക്കും യേശുവിൻ്റെ പ്രവർത്തികൾക്കെല്ലാം താൻ എതിരായിട്ട് നിന്ന സമയത്ത് ഒരു ഏറ്റവും യെരുശലേം സഭയുടെ അല്ലെങ്കിൽ ആ ഒരു സഭയുടെ ഏറ്റവും ഒരു സെൻട്രൽ പില്ലറായിട്ട് ആര് മാറി? യാക്കോബ് മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. അടുത്ത വാക്യം തന്നെ ഈ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയം ഉണ്ടാകുന്നതിനിടയിൽ യെരുശലേമിലേക്ക് പോയി. ആര് പോയി? ഈ യാക്കോബ് പോകുക.
15 ദിവസം അവനോട് കൂടെ പാർത്തു. പത്രോസിനോട് പാർത്തെന്നാണ് വായിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറെ ആരെയും കണ്ടില്ല. അപ്പോസ്തലനായ പൗലോസ് യെരുശലേം ദേവാലയത്തിലേക്ക് ചെല്ലുക. ആരെ കാണാൻ വേണ്ടി? ശിഷ്യന്മാരെ കാണാൻ വേണ്ടി. ആരെയും കാണുന്നില്ല, പക്ഷെ ഒരാളെ മാത്രം കാണാം. ആരെയാ? യാക്കോബിനെ മാത്രം. നോക്കി, മറ്റുള്ളവരെല്ലാവരും കർത്താവിനെ വിട്ടുപോയെന്നല്ല അവിടെ വായിക്കുന്നത്. അവരെല്ലാവരും മിനിസ്ട്രി പരമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ മേൽ ഇങ്ങനെ യാത്ര ചെയ്യുക. പക്ഷേ ആ എരിവ് പ്രാപിച്ച യാക്കോബ് പറയാണ്, ഇനി ഞാൻ ഇവിടുത്തെ ഒരു നെടും തൂണായിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ ഇനിയും മാറാനായിട്ട് പോവുകയാണ്. ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് ഞാൻ ഇനി മാറുക തന്നെ ചെയ്യും. ഇതിൽ കൂടി എന്താ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളോട് പറയുന്നത്? ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എത്ര പ്രയാസങ്ങൾ വന്നാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം വിട്ടു പോകത്തില്ലെന്ന് ആര് പറയുന്നു അവരിൽ മേലാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല, പ്രയാസങ്ങൾ വരാഞ്ഞിട്ടല്ല, രോഗങ്ങൾ വരാഞ്ഞിട്ടല്ല. പക്ഷെ അതിൻ്റെ നടുവിലും, കഴിഞ്ഞ ആഴ്ചയിൽ റെജിപ്പാസ് നമ്മളോട് പറഞ്ഞല്ലോ, മനുഷ്യനെല്ലാം പരീക്ഷകളുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു പോക്കുവഴിയുമുണ്ട്. പലപ്പോഴും നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത് പോക്കുവഴി എന്നെ കാണിച്ചതാ, എന്നിട്ട് എന്നെ കഷ്ടത്തിൽ കൂടി നടത്തുന്നതാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പക്ഷെ ദൈവം നമ്മളെ ഏതൊക്കെ അവസ്ഥകളിൽ കൂടി കടത്തിവിടണമെന്ന് യേശു അപ്പായ്ക്ക് നന്നായിട്ട് അറിയാം. അവൻ ആരെയും വെറുതെ ഉപദ്രവിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം നിങ്ങളുടെ ജീവിതത്തിന്മേൽ അനുഭവിക്കുന്നെങ്കിൽ, കർത്താവ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിന്മേൽ ഇങ്ങനെ വരുന്നു അപ്പാ? ഞാൻ ദൈവത്തിന് വേണ്ടി ശക്തമായി നിലനിൽക്കുന്നവനാ, ഞാൻ ദൈവത്തിന് വേണ്ടി വളരെ എരിവോടെ നിലനിൽക്കുന്ന, എന്നിട്ടും എന്തുകൊണ്ട് ഇത് എനിക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്ക് പറയട്ടെ, ദൈവത്തിന് ഈ അവസ്ഥകളിന്മേൽ വലിയൊരു ദൈവമഹത്വം നിങ്ങളിന്മേൽ ചെയ്യാനുണ്ട്. ആ ഒരു ദൈവമഹത്വം കർത്താവ് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇതേ അവസ്ഥകളിൽ കൂടി പോകുന്ന അനേകർക്കും നിങ്ങൾ ഒരു ഭയങ്കര ഒരു ലിവിങ് ടെസ്റ്റിമണി ആയിട്ട് ദൈവം നിങ്ങളെ മാറ്റും. അതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യത്തോടെ പറഞ്ഞ്, ആരെല്ലാം മാറിപ്പോയാലും, ആരെല്ലാം ഈ സാന്നിധ്യത്തിൽ നിന്ന് അകന്നാലും യേശുവിൻ്റെ സാന്നിധ്യം വിട്ട് മാറത്തില്ല എന്ന് ഉറപ്പോടെ ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ച് ദൈവമക്കളെ, നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന അരുമനാഥന്റെ സാന്നിധ്യം ഒന്നുമല്ലാതിരുന്ന നമ്മളെ, ആർക്കും വേണ്ടാതെ കിടന്ന നമ്മളെ, വെറും പറമ്പിൽ കിടന്ന നമ്മളെ, ഒരു യോഗ്യതയുമില്ലാത്ത നമ്മളെ കർത്താവിൻ്റെ സ്നേഹം തേടി വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയട്ടെ, എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, എൻ്റെ ജീവിതം എൻ്റെ യേശുവിന് വേണ്ടി മാത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് ധൈര്യത്തോടെ നന്ദി പറഞ്ഞു മക്കളെ. നമുക്ക് ആയുസ്സ് തന്ന, നമുക്ക് ആരോഗ്യത്തെ തന്ന ആ നല്ല കർത്താവിൻ്റെ സാന്നിധ്യം വിട്ട് എന്ത് പ്രതികൂലങ്ങൾ വന്നാലും ഒരിക്കലും നാം മാറരുത്. നോക്കി, യാക്കോബ് പറയാണ്, ആരെല്ലാം പോകട്ടെ, പക്ഷെ ഞാനിവിടെ തന്നെ ഉണ്ട്. ആരെല്ലാം വേണമെങ്കിലും മാറിപ്പോക്കോട്ടെ. ഞാൻ വേഗത്തിലേക്ക് പോവുകയാണ്. അടുത്തത് കാണുന്നു, ജെയിംസ് ദ പ്രെയർ വാരിയർ. ഈ യാക്കോബിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പേരെന്ന് പറഞ്ഞത്, ഇതിൻ്റെ ഇരട്ട പേരെന്ന് പറയുന്നത് ഓൾ ക്യാമൽ നീസ് എന്നാണ്. ഒട്ടകത്തിനെ പോലെ, അതുപോലെ ഒട്ടകത്തിൻ്റെ മുട്ടിനെ പോലെ തഴമ്പുള്ള മനുഷ്യനെന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഓൾ ക്യാമൽ നീസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾ പ്രാർത്ഥനയിലിരിക്കും. നോക്കിയാൽ നേരത്തെ ഇവൻ്റെ ലൈഫ് സ്കെപ്റ്റിക്കായിരുന്നപ്പോൾ, അവിശ്വാസിയായിരുന്നപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നതെല്ലാം ഒരുപക്ഷെ ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, കർത്താവ് പ്രാർത്ഥിക്കുന്നതൊന്നും വെറുതെ അല്ല. മറ്റുള്ളവരെല്ലാം പ്രാർത്ഥിച്ചില്ലെങ്കിലും യേശു കർത്താവ് തൻ്റെ വീട്ടിലിരിക്കുമ്പോഴും പിതാവുമായിട്ടുള്ള എൻകൗണ്ടർ ആര് കണ്ടു കാണും? ഈ യാക്കോബ് കണ്ടു കാണും. ഒരു പക്ഷേ ഹല്ലേലൂയ, യേശു ഈ ഒരു കാര്യം കൂടി ഇതിൻ്റെ നടുവിലങ്ങ് പറയട്ടെ. ഗിരിപ്രഭാഷണങ്ങളിലെ സർമൺ ഓൺ ദ മൗണ്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമുക്കത് പറയാനുള്ള സമയമില്ല. യേശു കർത്താവിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി ഒരു പരീക്ഷ കടന്നു വരുന്നതിന് മുമ്പ് താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഈ യാക്കോബ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ദൈവദാസൻ ഒരു കാര്യം മനസ്സിലായി. എൻ്റെ സഹോദരൻ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുമെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അവൻ യെരൂശലേം സഭയുടെ അധ്യക്ഷനായിട്ട് മാറുമ്പോഴും എത്ര കലഹങ്ങൾ നിറഞ്ഞ സിറ്റുവേഷൻ്റെ നടുവിലും ഈ ദൈവദാസൻ ദൈവത്തിൻ്റെ തേജസ്സോടെ ഒരു വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ആ വാക്കിനെ അംഗീകരിച്ചു
അംഗീകരിച്ചു, യെസ് എന്ന് പറഞ്ഞു, അതിൽ ഒപ്പിട്ടു എന്നാണ് ചരിത്രം വായിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു? മറ്റുള്ളവരെല്ലാം ഓരോ വിഷയങ്ങളുമേൽ ഇടപെടുമ്പോൾ അവരെല്ലാം മുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. അവസാനം ചരിത്രകാരന്മാർ പറയുന്നത് യെരുശലേം സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കും പരിഹരിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ അതിൻ്റെ നടുവിൽ ഈ ദൈവദാസൻ മുട്ടുകളെ മടക്കി മണിക്കൂറുകൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് താൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ ദൈവം പോലും ആ തീരുമാനത്തെ അംഗീകരിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് നോക്കി പറയാം, പ്രാർത്ഥനയിൽ നമുക്ക് സമയങ്ങൾ ചെലവഴിക്കാം. മണിക്കൂറുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ എത്ര ശത്രു ഒരുക്കുന്ന പദ്ധതികളെ അതിൻ്റെ നടുവിൽ നിങ്ങളെ ജയാളിയാക്കി മാറ്റുന്ന ഒരു സ്വർഗീയ പിതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നും വെറുതെയല്ല. നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്ന കണ്ണുനീരൊന്നും വെറുതെയല്ല. ആരും നിങ്ങളുടെ കണ്ണുനീർ കാണുന്നില്ലെങ്കിലും, ആരും നിങ്ങളുടെ വേദനകൾ അറിയുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു. പ്രധാനപ്പെട്ട ഒരു കോട്ട് ഇങ്ങനെയുണ്ട്: പ്രസംഗിക്കുന്നവനെ ലോകം അറിയുന്നു, പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ആരറിയുന്നു? പ്രസംഗിക്കുന്ന ആരും ദൈവം അറിയുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ആരും അറിയുന്നില്ലെങ്കിലും ദൈവം എന്തുണ്ട്? പ്രാർത്ഥിക്കുന്ന ഒരുവനെ ദൈവം അറിയുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ വീണ്ടും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ മനുഷ്യനെ എങ്ങനെയാണ് അവിശ്വാസത്തിൽ നിന്നൊരു വിശ്വാസിയാക്കി ഒരു മനുഷ്യനാക്കി മാറ്റിയത്? പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ എന്തു സാധിക്കും? ഒന്നുറക്കിയൊന്ന് പറഞ്ഞേ. പ്രാർത്ഥന കൊണ്ട് സാധിക്കുമെന്ന് എത്ര പേർക്ക് ഇന്ന് വിശ്വസിക്കാൻ സാധിക്കും? നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ പേര് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ചിലരുടെ വിഷയത്തിന്മേൽ, ലൈഫിൻ്റെ മേൽ, അവരുടെ കുടുംബങ്ങളിന്മേൽ, അവരുടെ തലമുറകളുടെ വിഷയങ്ങളിന്മേൽ ഇവിടെ ഇരുന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ കുടുംബങ്ങളിന്മേൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുക. എത്ര പേർക്കൊന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കും? ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ മണ്ടന്മാരായിട്ടോ സമയം കളയാഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷെ അതിൻ്റെ നടുവിലും പ്രാർത്ഥന എന്നുള്ളൊരു ബേർഡൻ നമ്മുടെ ഉള്ളിന്മേൽ വന്നു കഴിയുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അടുത്തത് വായിക്കുന്നു, ജെയിംസ് ദ ജസ്റ്റ്, നീതിമാനായ യാക്കോബ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വാക്യങ്ങളിൽ 54, ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ 54 നിർദ്ദേശങ്ങളാണ്, 54 കമാൻഡ്മെൻറ്റ്സ് ആണ് അവിടെ കാണുന്നത്. എന്നാൽ ഈ 54 കമാൻഡ്മെൻറ്റ്സ് എഴുതുമ്പോഴും ഈ ഒരാൾ പോലും ഈ മനുഷ്യൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് നീ അത് എഴുതുവാൻ യോഗ്യനല്ലെന്ന് ഒരാൾ പോലും പറയത്തില്ല. ഇദ്ദേഹം നാവിനെ കുറിച്ച് എഴുതുമ്പോഴും എല്ലാവരും എന്ത് ചെയ്യുന്നു? യെസ് കറക്റ്റ്. ഇദ്ദേഹം ടെംപ്ടേഷനെ കുറിച്ച് എഴുതുമ്പോൾ എല്ലാവരും പറയും കറക്റ്റാണ്, നീ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ നോക്കി 54 നിർദ്ദേശങ്ങൾ. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ആ വാക്യങ്ങളെല്ലാം വായിച്ചു കഴിയുമ്പോൾ ഓരോ 2 വാക്യം കഴിയുമ്പോഴും ഡൈവേർട്ടാണ്. അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും എല്ലാവരും ഒരുപോലെ പറയും കറക്റ്റ്, നീ പറഞ്ഞത് എക്സാക്ട്ലി ദ സെയിം തിങ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവനെ അപ്രീഷിയേറ്റ് ചെയ്യും. ഒരാൾ പോലും യാക്കോബിൻ്റെ നേരെ വിരൽ ചൂണ്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യെരുശലേം കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് യാക്കോബിനെ അപ്പോയിൻ്റ് ചെയ്തത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. താനൊരു വാക്ക് സംസാരിക്കുന്നത് താനല്ല, ദൈവം അവൻ്റെ നാവിൽ കൂടി സംസാരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളോട് പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ സംസാരിക്കേണ്ടതിനെ എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് ദൈവം നമുക്ക് വേണ്ടി ഒന്ന് റിവീൽ ചെയ്യുന്നു. എത്ര പേർക്കൊന്ന് വിശ്വസിക്കാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ദൈവം നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടേണ്ടത് ദൈവം നമ്മളോട് കൂടെ. ഇന്ന് രാവിലെ പ്രിയ സുൽപാസ്റ്റർ പറഞ്ഞു, നമ്മുടെ ചുവടുകൾ നമ്മുടെ ചുവടുകൾ ദൈവത്തിൻ്റെ ചുവടുകളെ പോലെ ആകട്ടെ. ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിന്മേൽ വന്നു കഴിയുമ്പോഴും നമുക്കും അവസാനം ഇങ്ങനെ പറയാം, ഞാനും നീതിമാനായ, ഞാനും യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മറ്റുള്ളവർക്ക് ആർക്കും വിരൽ ചൂണ്ടുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കൃപ എന്നോട് കൂടെ ചൊരിയുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിടുകയാണ്. അടുത്തത് വായിക്കുന്നു, ജെയിംസ് ദ ഹംബിൾ ബ്രദർ. ഇവിടെയാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിന്മേലുള്ള താഴ്മയുള്ള യാക്കോബ് എന്ന് പറയുന്നത്. 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയായിരുന്നു, ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ആ യാക്കോബിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞേനെ, യേശു മറ്റേ അപ്പം തന്നെ നമ്മൾ എന്തോ സംതിങ്ങാ സഹോദരനാണ്. അപ്പം നമ്മൾ ഇപ്പം യേശു മരിച്ചു, ഓക്കെ, കഴിഞ്ഞെല്ലാം സ്വർഗത്തിലാണ്. അപ്പോൾ അതങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമ്മളൊരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്ലാഡ്സൺ സോ ആൻഡ് സോ എന്ന്
യേശുവിൻ്റെ സഹോദരൻ. അപ്പോൾ ആരെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മുഖം മാറും. അപ്പോൾ യേശുവിൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോഴേക്ക് ഷെയർ ഇട്ട് തരുന്നു. അതിന് വേണ്ട, യേശുവിനെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കൂടിയ ഒരു മീറ്റിങ്ങിൽ യേശു നിങ്ങൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ ലാസറിനെ ഉയർപ്പിച്ച സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. എക്സാമ്പിൾ, നമ്മൾ ആ പുറകിലുണ്ടായിരുന്നു, കല്ലറയുടെ ഏറ്റവും പുറകിലായിരുന്നു നമ്മൾ. കാരണം ഇടിച്ചൂതിയ ആളായിരുന്നു, ഏറ്റവും പുറകിൽ നമ്മൾ നിൽക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നട്ടപ്പോൾ പിന്നെ നമ്മളങ്ങ് വീട്ടിൽ പോയി. പക്ഷേ നമ്മൾ പറയാണ്, അന്ന് ഞാൻ അവിടെ ഏറ്റവും പുറകിൽ ഒന്നും വേണ്ടത് നമ്മൾ അവിടെ. കാര്യം നമുക്കെന്താ പറയുന്നത്, അയ്യോ നമ്മൾ ഭയങ്കര സംഭവം അവിടെ. ഇപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ് ദൈവത്തിൻ്റെയും കർത്താവായ യേശുവിൻ്റെയും സഹോദരനായ യാക്കോബ് എന്ന് പോലും അല്ല പറയുന്നത്, ദാസനായ യാക്കോബ് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു കാര്യം മനസ്സിലായി. ആ സഹോദരന്മേൽ വ്യാപരിച്ച താഴ്മ എൻ്റെ ഉള്ളിന്മേൽ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ, ദൈവം എന്നെ അത്ഭുതകരമായിട്ട് ഓരോ മേഖലയിലുമേ വഴി നടത്തും. ഇന്ന് രാത്രി പറഞ്ഞ ആരും നമ്മളെ ലിഫ്റ്റ് ചെയ്യേണ്ട. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിചാരമുണ്ടെങ്കിൽ ആരും നമ്മളെ ഉയർത്താനും പോകുന്നില്ല. എങ്ങനെങ്കിലും നമ്മളെ അടിച്ചു താക്കാനേ എല്ലാവരും ശ്രമിക്കത്തുള്ളൂ. പക്ഷെ ദൈവം ഉയർത്തിയാൽ ആർക്കും നമ്മളെ ഒതുക്കുവാൻ കഴിയത്തില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ ദൈവമക്കളെ. ലോകം നമ്മളെ ഒരുവനെ ഉയർത്തുവാൻ കഴിയാത്ത രീതിയിൽ അവനെ വലിച്ചിറക്കുമ്പോഴും ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ വളരെ സൗമ്യതയോടുകൂടെ, നിങ്ങളുടെ ഭാഗത്ത് 100% നീതിയാ, പക്ഷെ നിങ്ങളെ വലിച്ചിറക്കുവാനായിട്ട് എല്ലാവരും ഒരുപോലെ ശ്രമിച്ചതിൻ്റെ നടുവിലും ധൈര്യത്തോടെ ഉറപ്പോടെ പറഞ്ഞാട്ടെ, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ആരെല്ലാം എന്തെല്ലാം പദ്ധതികൾ മെനഞ്ഞാലും ദൈവം അതിൻ്റെ നടുവിൽ ദൈവം എന്നെ അത്ഭുതത്തോടെ മാനിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ സംസാരിക്കുകയാണ്. ഒരു കഴിവുമില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയാലും നിങ്ങളുടെ ഭാഗത്താണ് നീതിയുള്ളത്. അങ്ങനെ ഇരുന്നിട്ട് പോലും നിങ്ങളെ വലിച്ചെറിയപ്പെട്ട അനുഭവങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. അവൻ അന്ത്യത്തോളം 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ചില വർഷങ്ങൾക്കോ അല്ല, അന്ത്യത്തോളം എന്നെ പുലർത്തുന്ന ഒരു ദൈവം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ പറയട്ടെ, ഇവിടെയാണ് നമ്മുടെ കർത്താവരദാസൻ്റെ ചില സവിശേഷതകളൊക്കെ വരുന്നത്. കർത്താവരദാസൻ എപ്പോഴും പറയും, എല്ലാവരും ഇപ്പം നമ്മുടെ ചർച്ചയിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരും എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. അങ്ങനെയുള്ളൊരു മനോഭാവമുള്ളൊരു ദൈവദാസനാണ് നമ്മുടെ. പലപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറയുകയാണ്, പലർക്കും ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ്, എല്ലാവരും കയറി വരണം, എല്ലാവരും ശുശ്രൂഷക്കാരായിട്ട് മാറണം. ദൈവം നമ്മളെ ഏൽപ്പിച്ച്, ഇന്ന് രാവിലെ ശാന്തി ആൻറ്റി പറഞ്ഞു, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കഴിവ് അത് മൂടി വെക്കാതെ ദൈവം തരുന്ന അവസരങ്ങളിൽ അത് ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് ദൈവം നമ്മളെ മാനിക്കും. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കാറില്ല. വീണ്ടും ഞാൻ ഈ വാക്ക് പറയാണ്, അവസരങ്ങൾ ആരെയും കാത്തു നിൽക്കാറില്ല. പക്ഷെ ദൈവം തരുന്ന അവസരങ്ങളെ വിശ്വസ്തയോടെ ഉപയോഗിക്കുവാൻ ആര് തയ്യാറാകുന്നു, ദൈവം നമ്മളെ നോക്കി അവസാനം ഒരു പേര് വിളിക്കും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണ് ദൈവം അവിടെയും വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ വിളിക്കോ ഓഹരിക്കാരായി തീരണമെങ്കിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, ഞാൻ ഒരു ഹംബിൾ സെർവൻ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ആരും നമ്മളെ ഉയർത്തേണ്ട, ആരും ഒരു വാക്കുപോലും പറഞ്ഞില്ലെങ്കിലും ദൈവമുയർത്തിയാൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ധൈര്യത്തോടെ ഉറപ്പോടെ പറഞ്ഞാട്ടെ, ദൈവമുയർത്തിയാൽ, ദൈവത്തിന് നിന്നെ ഒരു സ്ഥാനത്ത് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെ ഒരു പൊസിഷനിൽ മാനിക്കണമെന്നുണ്ടെങ്കിൽ, ആരതിന്റെ മധ്യത്തിൽ എന്തെല്ലാം ചെയ്താലും നീതിമാനായ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി നീതിയോടെ ന്യായം വിധിക്കും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവിടെ കൊണ്ടും കഴിയുന്നില്ല. പിന്നീട് നമ്മൾ ഈ മനുഷ്യനെ കുറിച്ച് വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് കറിയുന്നൊരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ പറയാ, ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു ദാസൻ. നിങ്ങൾ ചിന്തിച്ചോണം, നമ്മുടെ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പുതിയ നിയമസഭയുടെ ആദ്യത്തെ ബിഷപ്പാണ് ആര്? ഈ യാക്കോബ്. പുതിയ നിയമസഭയുടെ ഫസ്റ്റ് ബിഷപ്പ് 16 അല്ല, 15 അല്ല, 3 അല്ല, 2 അല്ല, ഫസ്റ്റ് ബിഷപ്പാണ് ആര്? ഈ യാക്കോബ്. അതുമാത്രമല്ല, ഈ നമ്മൾ പറഞ്ഞത് ലോക്കൽ സഭയുടെ കാര്യമോ സെൻട്രൽ സഭയുടെ കാര്യമോ ഒന്നുമല്ല പറഞ്ഞത്, ആദ്യത്തെ സഭയുടെ, പുതിയ നിയമസഭയുടെ ബിഷപ്പായിരുന്നു
ഈ മനുഷ്യൻ. പക്ഷേ ആ ബിഷപ്പായിട്ട് അത്രയും എവിടെ ചെന്നാലും യെരുശലേം സഭയുടെ സെൻട്രൽ പേഴ്സണായിട്ട് ചെയർപേഴ്സണായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആദ്യത്തെ ബിഷപ്പ്, ഭയങ്കര അധികാരമുള്ള മനുഷ്യൻ, പ്രാർത്ഥനകൾ മണിക്കൂറുകൾ ഇരിക്കുന്ന മനുഷ്യൻ, എല്ലാം ഉണ്ടെങ്കിൽ ഈ മനുഷ്യൻ പക്ഷെ പറയുന്ന കാര്യമുണ്ട്, ഐ ആം എ സെർവൻറ്റ്, ഐ ആം എ സ്ലേവ്. എനിക്ക് ഒഴിവാനൊന്നുമില്ല. കാര്യം ഞാൻ ലോകത്തിലായിരുന്നപ്പോൾ എൻ്റെ സഹോദരനെ ഞാൻ മാനിച്ചിട്ടില്ല. അവന് ഈ യഹൂദയിലേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞ് അവനെ എപ്പോഴും പരിഹസിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നീ ഒന്ന് പ്രസിദ്ധനാകാൻ നോക്കുന്ന പലപ്പോഴും അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി അതൊരു സാധാരണ ശക്തിയല്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൻ്റെ ചുവടുകളെ മുമ്പിലേക്ക് വെച്ചപ്പോഴുണ്ടല്ലോ, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മളോട് പറയാം, നമുക്കും അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകട്ടെ. ഞാനൊരു ദൈവത്തിൻ്റെ ദാസൻ, ഞാനൊരു ദൈവത്തിൻ്റെ ദാസി. എത്ര പേർക്ക് അത് പറയാൻ തയ്യാറാ? കരമുയർത്തി കർത്താവിന് നന്ദി പറയാമോ? മറ്റൊന്നും എനിക്ക് പുകഴുവാനില്ല, മറ്റൊന്നും എനിക്ക് പ്രശംസിപ്പാനില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ദാസൻ. അവസാനം ഈ മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് ഈ ജോസിഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അനയാസ് ഹൈ പ്രീസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് മറ്റു യഹൂദന്മാരുമായിട്ട് കൂടി ആലോചിച്ച് കർത്താവിനെ പ്രസംഗിക്കുന്ന യാക്കോബിനെ വളരെ ക്രൂക്കഡ് മൈൻഡോടുകൂടി കൊല്ലുവാൻ തീരുമാനിച്ചിട്ട് ഈ മനുഷ്യനോട് പറയാണ്, ആ കാണുന്ന ഉയർന്ന ഒരു മലയുടെ മുകളിൽ കയറി നിന്ന് ഇവരെല്ലാവരും കാണുക, നീ യേശുവിനെ പറ്റി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ വളരെ ആഗ്രഹത്തോടു കൂടി ഉയർന്ന ഒരു മലയുടെ മുകളിലേക്ക് കയറി. എന്നിട്ട് ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞ് കഴിയുകയും ഈ കോപപരശരായ യഹൂദന്മാർ ചെയ്തൊരു കാര്യമുണ്ട്. കുറച്ച് പേര് ഈ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് ഈ മനുഷ്യനെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാണ്. ആ വീഴ്ചയുടെ ആഘാതത്തിൽ തൻ്റെ തല ഇങ്ങനെ ഒരു പാറ കഷ്ണത്തിന്മേൽ ഇടിച്ച് ആ വളരെ മരണപരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് താനിങ്ങനെ വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ ചെയ്ത് വളരെ കട്ടിയുള്ള വടിയുമായിട്ട് ഈ യാക്കോബ് വീണ് കിടക്കുന്ന യാക്കോബിൻ്റെ തലമേൽ ആഞ്ഞടിച്ച് തലച്ചോറെല്ലാം വെളിയിൽ വന്നാണ് ഈ മനുഷ്യൻ രക്തസാക്ഷിയായിട്ട് മാറുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കായിരിക്കും, തൻ്റെ ജീവൻ ഓരോ ഇഞ്ചിഞ്ചായിട്ട് പിടയുമ്പോഴും ആ മനുഷ്യൻ പറയാണ്, ഞാൻ എൻ്റെ ജ്യേഷ്ഠന് വേണ്ടി, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ, സ്വർഗം അവിടെ സന്തോഷിക്കുകയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് കർത്താവ് അവനെ കാത്തിരുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാൻ വേണ്ടിയല്ല, മരിക്കുന്നതിന് മുമ്പ് താൻ ചെയ്ത ശുശ്രൂഷകൾ എണ്ണിയാലും തീരാത്ത ലെവലിലുള്ളതാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മളെ നോക്കി പറയുകയാണ്. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ എല്ലാവരുടെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാമോ ദൈവമക്കളെ? ഹല്ലേലൂയ. സ്കെപ്റ്റിക്കായ അവിശ്വാസിയായ യാക്കോബ് പക്ഷേ അവൻ്റെ ജീവിതത്തിന്മേൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദർശനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, ഈ ലോകത്തിലുള്ള ശക്തികളെക്കാളുമെല്ലാം, ഈ ലോകത്തിലേക്കാളുമുള്ള വെളിച്ചങ്ങളെക്കാളും എല്ലാം ഉപരിയായി ദൈവ മഹത്വം എന്ന വെളിച്ചം എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ തേജസ്സുമായിട്ട് ഞാനിനി ഇറങ്ങുകയാ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ പറയാൻ പറ്റൂ, നമ്മളെ വിളിച്ച കർത്താവ് അവൻ വിശ്വസ്തനാ. ആരും നമ്മളെ നോക്കി ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും, എല്ലാവരും നമ്മളെ ഒരുപോലെ കളിയാക്കിയാലും ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറയാട്ടെ, ആരെല്ലാം പിന്തിരിഞ്ഞു പോയാലും, ആരെല്ലാം മാറിപ്പോയാലും എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം വിട്ട് ഞാൻ മാറുകയില്ലെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയും? അങ്ങനെ പറയുന്നവർക്ക് ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? അപ്പ പ്രതികൂലങ്ങൾ എന്തും കടന്നു വരട്ടെ, പ്രയാസങ്ങൾ എന്തും കടന്നു വരട്ടെ, ഞാൻ അവിടെ കാണും. ഞാനൊരു സെൻട്രൽ പില്ലറായിട്ട് ഞാൻ അവിടെ കാണും. ഞാൻ എൻ്റെ ദൈവസഭയുടെ നെടുംതൂണായിട്ട് എന്ത് പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ അവിടെ കാണുമെന്ന് എത്ര പേർ ഉറപ്പോടെ ധൈര്യത്തോടെ തൻ്റെ അടുത്തോടെ പറയാൻ കഴിയും? In the name of Jesus. In the name of Jesus. Hallelujah. He was just. അവനൊരു നീതിമാനായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്ക് വീണ്ടും പറയുക, നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടായിട്ടും ഹല്ലേലൂയ അനീതിയുടെ പല കളങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളിന്മേൽ ഇന്ന് രാത്രി ദൈവം ജയം തരിക. വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടായിട്ടും അനീതിയുടെ കളമൊരുക്കി ശത്രു എത്ര വലിയ പദ്ധതികൾ മെനഞ്ഞാലും നീതിമാനായ ദൈവം, ആ വാക്ക് ഞാൻ പറയാം, നീതിമാനായ ദൈവം നീതിയോടവൻ ന്യായം വിധിക്കും, നീതിയോടവൻ ന്യായം വിധിക്കുക തന്നെ ചെയ്യും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായെങ്കിലും കർത്താവേ, ദാസൻ
ദാസൻ, ഐ എം എ സ്ലേവ്. കർത്താവ്, ഞാൻ ഹല്ലേലൂയ ഒരു അടിമയെ പോലെ എൻ്റെ കർത്താവിന് വേണ്ടി ഒരു ദാസനായിട്ട്, ഒരു ദാസിയായിട്ട് മാറുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളിന്മേൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവകൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവേ. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കർത്താവിൻ്റെ ശക്തി ഞങ്ങളുടെ ഉള്ളിന്മേൽ കടന്നു വരുമ്പോൾ കർത്താവ്, ഞങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവകൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആ ഉയർപ്പിൻ്റെ ശക്തി കർത്താവേ, ഇന്ന് ചിലരുടെ ഉള്ളിന്മേൽ അങ്ങ് പകർന്നു കൊടുത്തിരിക്കുന്ന ദൈവകൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഉയർപ്പിന്റെ ശക്തി ചിലർമേൽ അത് വ്യാപരിക്കട്ടെ. ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ, നെടുവീർപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ദർശനം, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശക്തി ഞങ്ങളുമേൽ വ്യാപരിക്കുന്ന ദൈവകൃപകൾക്കായി ഞങ്ങളെങ്കിലും നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നതിനാൽ കർത്താവ്, ഞങ്ങളെ തന്നെ മുഴുവനായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളെങ്കിൽ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. സകല ബഹുമാനവും സകല പുകഴ്ചയും ഞങ്ങൾ യേശുവിന് മാത്രം സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.